ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കടുകുമാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അച്ചാറുകളിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു അച്ചാറാണ് കടുകുമാങ്ങ അച്ചാർ. നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ ആദ്യമായിട്ട് മാങ്ങ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കടുകുമാങ്ങയ്ക്ക് എപ്പോഴും ഇതാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ നമ്മുടെ പിക്കിള് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നില്ല, നമ്മൾ ഈ കട്ട് ചെയ്തത് നെക്സ്റ്റ് ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാളെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ വിനാഗിരി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഒരു ദിവസം ഇരുന്ന് അതിൽ ഉപ്പ് പിടിച്ചതിന് ശേഷം ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഒരു നാച്ചുറൽ ആയിട്ടൊരു ടേസ്റ്റ് നമ്മുടെ അച്ചാറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുമല്ല ഇതിൽ നമ്മൾ പുറത്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ മാങ്ങയ്ക്കകത്തുനിന്ന് തന്നെ ഊറി വരുന്ന വെള്ളമാണ് പിക്കിളിന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിക്കിൾ ചെയ്യാം. അതിന് വേണ്ടി ഇതേപോലൊരു പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിക്കിളിന് എപ്പോഴും നല്ലെണ്ണയാണ് ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വരും എല്ലാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ചുമന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്, കായപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് നമ്മൾ ഓൾറെഡി ആ മാങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ പൊടി ഐറ്റംസും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. അവിടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുത്തിരിക്കും. ഇനി നമുക്ക് ഇത് പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം. കണ്ടല്ലോ, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് വെള്ളമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ അഡീഷണലായിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മിനിറ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിനി സ്റ്റൗവും സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.